ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ദാ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മീറ്റപ്പ് പ്ലാൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞ ഒരു 3 ദിവസത്തെ ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായില്ല. 27th എന്ന് പറയുമ്പോൾ വളരെ അടുത്തുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അസൗകര്യങ്ങളുണ്ട്. ചിലർ എന്നാൽ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് 27th ബർത്ത്ഡേ എന്നുള്ളത് ഒരു കുറച്ച് പേരാണെങ്കിലും, ഒരു 10 പേരാണെങ്കിലും അത് എല്ലാവരുടെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു. കാരണം മമ്മിയുടെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാലും മമ്മിക്കുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ബർത്ത്ഡേ വരുന്നവരുടെ കൂടെ നമുക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യാം തന്നെയാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഡേറ്റിൽ വല്ല മാറ്റം വരുത്തേണ്ടി വരുമോ എന്നുള്ള കാര്യം അറിയില്ല, എന്നാലും നോക്കാം. അപ്പം എല്ലാവരും സഹകരിച്ച് എല്ലാവരുടെയും ഒരു അഭിപ്രായം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളോടുള്ള ഓരോരുത്തരുടെ ഇഷ്ടം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പലരും പറയുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണ്ട, നമുക്ക് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് കുറച്ചും കൂടി പേഴ്സണലി അടുപ്പം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ നമ്മളും എന്താ പറയുക, ഒരു ഫാമിലി ഒരു ഫീലിംഗ് ആണ്. വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് പരസ്പരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കണ്ടൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് തന്നെ ചെയ്യാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെയുള്ള കാരണം നമുക്ക് മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാമഅർത്തിൻ്റെ പുതിയ ഒരു ഗ്ലോ സിറം ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാമഅർത്തിൻ്റെ പുതിയൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ ഈ സ്ട്രോപ്പ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് നമ്മുടെ എല്ലാവർക്കും ഒരു സെലിബ്രിറ്റീസിന്റെ ഒരു ഫ്ലോലെസ് ഒരു ഗ്ലോയി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. മാത്രമല്ല ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻ സിയും ടെർമറിക്കും ആണ്. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ടൊരു നമുക്കൊരു വൈറ്റനിങ് എഫക്റ്റും കൂടി വരും. മാത്രമല്ല ഇത് സിറം ഫൗണ്ടേഷൻ ആണ്. അപ്പം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല നമ്മളൊരു സിറം യൂസ് ചെയ്യുന്ന എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അതൊക്കെ ഈ ഒരു ഫൗണ്ടേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്താൽ, ഒരു സിറം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് സേഫ് ആണ്. പിന്നെ മാമഅർത്തിന്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് എല്ലാം അറിയാലോ, ടോക്സിൻ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അങ്ങനെ എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് 9 ഷെയ്ഡ്സ് ആണ് ഉള്ളത്. ഒരു വാം ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട്. പിന്നെ ടോഫി ഗ്ലോ, ആൽമണ്ട് ഗ്ലോ, ന്യൂഡ് ഗ്ലോ ഒക്കെ പല പല ഷെയ്ഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഷെയ്ഡ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള പല ഷെയ്ഡ്സ് ആണ്. ഇത് ശരിക്കും 12 hours നമ്മുടെ ഫേസിലെ പാച്ചസ് ഒന്നും ഇല്ലാണ്ട് ലാസ്റ്റ് ചെയ്യും. മാത്രമല്ല 2x ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ സിറം ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റന്റ് ഒരു സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസും ഇതിൽ ധാരാളം ഉണ്ട്. കാരണം ടെർമറിക്കും വൈറ്റമിൻ സി ഒക്കെ ആണല്ലോ ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഒക്കേഷൻ ടൈമിൽ എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം. മാമഅർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭ്യമാണ്. മാത്രമല്ല അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാമഅർത്തിന്റെ കുറെ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ നിയർ ബൈ ഔട്ട്ലെറ്റ്സിലൊക്കെ കാണാറുണ്ട് കേട്ടോ. സിമ്പിൾ ആർ 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ടും കിട്ടും. മാമഅർത്തിന്റെ ഒരു ഓൾ ടൈം ഒരു കാര്യമാണ് പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പലതവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാമഅർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ അവിടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഓർഡറും ഒരു ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യും. 2025 ആകുമ്പോഴേക്കും 10 million ട്രീസ് പ്ലാൻ ചെയ്യാനാണ് അവരുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ്. അപ്പൊ നമുക്കും അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളും പ്രകൃതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
സെറ്റ് മുണ്ടിന്റെ സെറ്റ് സാരി. ഓ എന്റെ അമ്മേ, ഇത് മൊത്തല്ലേ? ഹൈ റേഞ്ച്. അത് ഈ കുത്തമ്പള്ളി എന്ന് പറയുമ്പോ ആദ്യം നമ്മുടെ എന്റെ ഒക്കെ മനസ്സിൽ ഓർമ്മ വരിക ഇത് മാത്രമാണ് എന്റെ മനസ്സിലൊക്കെ ഓർമ്മ വരിക നമുക്ക്. ഓ, ഇപ്പൊ ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിപ്പോ ഇവിടെ ഇത്തിരി സ്ലോ ആയിരിക്കും അല്ലേ? അതെ. ഓ ഓ, ഓക്കെ. ഏത് വേണമെങ്കിലും, എന്ത് കളർ, എന്ത് പാറ്റേൺ ആണെങ്കിലും ഉണ്ടാവും. പിന്നെ കൂടുതൽ ഹോൾസെയിൽ ആയിട്ടാവൂലേ ഉണ്ടാവുക? നമ്മുടെ നമ്മള് ഷോപ്പില് 1800 മിനിമം വരാറുണ്ട് കേട്ടോ. ഡയറക്റ്റ് വരാണെങ്കിൽ വന്ന് നിങ്ങൾക്ക് കളർ നോക്കി സെലക്ട് ചെയ്യാൻ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് സിൽവറിൽ വരുന്നത്, ഇത് ആ റേഞ്ചിന് വരുന്നത് 630 ആ റേഞ്ച് വരുന്നത്. അതുപോലെ ടെമ്പിൾ ഡബിൾ കളറിൽ വരുന്നത് 770. ഞാൻ ഈ കുത്തമ്പള്ളി എന്ന് പറഞ്ഞിട്ട് സെറ്റ് സാരി ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. ഇതേപോലെ വോൾഗ ഡിസൈൻ 770 രൂപ വരുന്നത്. ഇത് കുറഞ്ഞ റേഞ്ചിൽ വരുന്നത്. കൂടിയ റേഞ്ചിൽ വരുന്നത് നമുക്ക് നല്ല കസവിൽ വരുന്നത് വരുമ്പോൾ നിങ്ങൾക്കൊരു 1100 രൂപ ആ റേഞ്ച് വരുന്നത്. സിൽവർ കസവും ഗോൾഡ് കസവും നല്ല കസവാണ്. ഇത് കുറഞ്ഞ കസവാണ്. ഈ സിൽവർ കസവ് കുറഞ്ഞതാണ്, പക്ഷേ ഇത് നല്ല കുറച്ചുകൂടി നല്ലത്. എന്റെ ഉണക്കോടി ഇതായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരു 1800 ആ റേഞ്ച് ആയിരുന്നു എന്റെ. നമുക്ക് വരുമ്പോൾ ഇവിടെ 1200 1100 ആ റേഞ്ച്. ഓ, ഇത് ശരിക്കും ഓണം സീസണിന് മാത്രമല്ലല്ലോ, എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലേ? നന്നായി. ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഇത്തവണ ഓണത്തിന് കുറെ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും കുറെ റീസെല്ലേഴ്സും ഉണ്ടാവും അല്ലേ? പിന്നെ ട്രഡീഷണൽ റേറ്റിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഇതിലൊക്കെ മനസ്സിലാവും. ഇതൊക്കെ സ്ഥിരം എല്ലാവരും എടുക്കുന്നത്. ഇതൊക്കെ ഏതാ റേഞ്ച് വരെ ചേട്ടാ? 1000 റേഞ്ച് വരുള്ളൂ. ശരിക്കും ഷോപ്സിലൊരു 1000 2000 ആ ഒരു റേഞ്ച് ഒക്കെ മിനിമം വരാറുണ്ട്. ടിഷ്യൂ അല്ലേ? ഡിസ്കൗണ്ട് ഉണ്ട്. അടിപൊളി. ആയിക്കോട്ടെ. അപ്പൊ ആരും ലേറ്റ് ആക്കണ്ട. അതെ, ഏത് റേഞ്ചിൽ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ താഴെ കണ്ടില്ലേ 400 മുതലുള്ള സാരികളുണ്ട്. അതെ ഉണ്ട്. അപ്പൊ പിന്നെ എന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്തോളൂ കേട്ടോ. അത് നന്നായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഹാൻഡ്ലൂമിൽ വരുമ്പോൾ നിങ്ങൾക്ക് 6000 മേലെ വരും. ബ്രൈഡൽ. ഇത് ശരിക്കും ഹാൻഡ്ലൂം കൂടി ഉണ്ടാവില്ലേ? പ്യൂർ ഹാൻഡ്ലൂം ഉണ്ട്. ഇത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 925 രൂപ ഇതല്ലേ? ഇതൊക്കെ പുറത്ത് നല്ല റേറ്റ് വരും കേട്ടോ. ടിഷ്യൂ അല്ലേ? ടിഷ്യൂ. ഇത് നിങ്ങൾക്ക് എന്താ പറയാ, വേഗം വേണമെങ്കിൽ ബുക്ക് ചെയ്തോളൂ. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വേറെ ആൾക്കാർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ ബുക്ക് ചെയ്തോളൂ. വളരെ കുറച്ച് പീസുകളുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം കിട്ടിയവർ വേഗം എടുത്തോട്ടോ. അതെനിക്ക് പറയാനുള്ളൂ. ഇത് ഫുൾ ടിഷ്യൂ അല്ലേ? കുറഞ്ഞ റേഞ്ചിൽ വരുന്നത്. ഓ, നല്ലതാ. ഇത് ഹാൻഡ്ലൂമിൽ വരുമ്പോൾ നമുക്ക് 5000 മേലെ 1020 ഡിസ്കൗണ്ട് 900 രൂപ. ഇത് എംബ്രോയിഡറി വർക്ക് വരുന്നത്. മാക്സിമം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു 1300 ഏറ്റവും ടോപ്പ് റേറ്റ് അത്രേ ഉള്ളൂ ഈ സെക്ഷനിൽ. ഇവിടെ ആയതുകൊണ്ട് പുറത്താവുമ്പോ കൂടുലോ. 1500 കൊണ്ടുവന്നു വണ്ടിക്കൂലി അടക്കം കഴിഞ്ഞു. 920. ഇവിടുത്തെ ചേട്ടന്മാരെ മണിയടിച്ച് അവൻ മിഠായിയും ബിസ്ക്കറ്റും ഒക്കെ ഒപ്പിച്ചു. ഇത് പിങ്ക് ടിഷ്യൂ അല്ലേ? ഇത് ഇത്തവണത്തെ തോന്നുന്നുണ്ട് അല്ലേ? ആണല്ലേ? സ്റ്റാർട്ടിംഗ് റേഞ്ച് അപ്പൊ എത്ര ചേട്ടാ മുണ്ടിന്റെ? അല്ല, സെറ്റ് മുണ്ടിന്റെ 500 മുതലുണ്ട്. ഏത് കളർ, ഏത് റയർ കളേഴ്സ് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. ഏത് കളർ വേണമെങ്കിൽ ചിലപ്പോൾ 3 കളർ 10 കളർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ചെയ്തത് നോക്കുമ്പോൾ 565 രൂപ. 2.8 ലെങ്ത് ഉണ്ടാവും കേട്ടോ. 2.5 ലെങ്ത് എക്സ്ട്രാ ലാർജ് ഉണ്ടാവും. ഇത് പുതിയ മോഡൽ ലൈൻസ് വരുന്നത് സിൽവറിൽ. ഇതൊക്കെ പോലെ ലേറ്റസ്റ്റ് സംഭവങ്ങളാണ്. ഓണം കഴിഞ്ഞിട്ട് ഇതപ്പോ ശരിക്കും ഓണം വിഷു എന്നുള്ളതില്ലല്ലോ, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. ലൈൻസ് ഗോൾഡിൽ. ഇതൊക്കെ വെഡിങ്ങിനൊക്കെ നല്ലതാ. കോപ്പർ, പിങ്ക് 3 കളറുണ്ട്. ഓ, സൂപ്പർ ആയിട്ട്.
പിന്നെ മുണ്ട് നോക്കാം. അതെ അതെ, ദാവണി സെറ്റുകളൊക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇത് മുണ്ട് മാത്രം. ഇതിപ്പോ എങ്ങനെയാ ചേട്ടാ റേഞ്ച്, സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെയാ? സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഈ മോഡലാണ് വരുന്നത്. കുറഞ്ഞ ക്വാളിറ്റിയാണ് 370 തൊട്ട് മുകളിലേക്ക് ഉണ്ട്. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 640. അതെയോ? ഏറ്റവും ടോപ്പ് 640. 800, 900, 1000 താഴെ വരാറുണ്ട്. 640 ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ 500 സംതിങ്. ഏത് കര വേണമെങ്കിൽ, എന്ത് ടൈപ്പ് വേണമെങ്കിൽ ഉണ്ട്. ഏതാ? കോപ്പർ അല്ലേ? അതൊക്കെ എത്ര റേഞ്ച് വരുന്നത് ചേട്ടാ? അത് കുറഞ്ഞതാണ്. കോപ്പർ ഒക്കെ വരുമ്പോൾ ഇവിടെ ഉണ്ട് നല്ല ക്വാളിറ്റി. കോപ്പറും സിൽവറും മിക്സ് ആയിട്ടുള്ളത് 590. എന്ത് ഷർട്ട് എടുത്താലും വന്ന ഏത് കിട്ടും. ടിഷ്യൂ പോലെ അല്ലേ? ഇത് ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. അത് വേണ്ട, ടിഷ്യൂ ആണിത്. ഫ്രെയിമിൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല. ടിഷ്യൂ ആണിത്. നമ്മളൊരു കടയിൽ പോകുമ്പോ എല്ലാം കൂടി അത് വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞിട്ട് ഇനി മുകളിൽ ധാവണിയൊക്കെ ഉണ്ട്. ഇത്ര എന്തായാലും എടുക്കേണ്ടി വരില്ല, എന്നാലും കയറിയിട്ട് വരാം. ലെഹങ്ക കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല പാർട്ടി വെയർസും കാര്യങ്ങളൊക്കെ. ഇതും ഈ പറഞ്ഞ ബേസിക് റേഞ്ചിലാണ് അല്ലേ വരുള്ളൂ. ഇതൊക്കെ നല്ല ഹെവി ആണല്ലോ അല്ലേ? ഓ, ഇത് മറ്റേ നെറ്റൊക്കെ വെച്ചിട്ടുള്ളതാ അത്. ഓ, ഇങ്ങനെ വരുന്നത് അല്ലേ? റെഡി ടു സ്റ്റിച്ച്. ഇത് ഫാനുള്ള കാരണമാണ് ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇത് മറ്റേ തരം മെറ്റീരിയൽ. അതെ അതെ അതെ. ഷർട്ട്, ഇത് ഷർട്ടുകളും ഇവിടെ ചെയ്യുന്ന കേട്ടോ. ബ്രാൻഡഡും ഉണ്ട്. വെഡിങ് കുത്താസും ഉണ്ടാവും അല്ലേ? എല്ലാതും ഉണ്ട്. 3 ഫ്ലോറും കയറി ഇറങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാരികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരി, സെറ്റ് സാരി പിന്നെ നമുക്ക് അറിയാം. കുത്തമ്പള്ളി എന്ന് പറഞ്ഞാൽ കുത്തമ്പള്ളിയുടെ ഒരു സെറ്റ് സാരി എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് തന്നെയായിട്ട് മാറി കുത്തമ്പള്ളി എന്നുള്ളത്. പക്ഷെ സാരി ഞാൻ ഇത്രയും കളക്ഷൻസ് ഒട്ടും പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ താഴെ പോയിട്ട് സോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു 6-7 സാരി അല്ല, അതിൽ കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കൂടി എടുക്കാൻ പറ്റുമോ അറിയില്ല. നോക്കിയിട്ട് ഇനി സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ അങ്ങനെ. അതെ അതെ, അത് ശരിയാട്ടോ. നമുക്ക് ചായയും മറ്റേ ഉഴുന്നോട്ടൊക്കെ കിട്ടി നല്ല എന്താ പറയാ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ. അത് ശരിയാ. അപ്പൊ അങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരുള്ളവർ ഡെഫിനറ്റ്ലി നേരിട്ട് വരാൻ തന്നെ ഞാൻ പറയുള്ളൂ അല്ലേ? ഓൺലൈനേക്കാളും എപ്പോഴും ഡയറക്റ്റ് പർച്ചേസ് തന്നെയാണ് നല്ലത്. അതുപോലെ വെഡിങ് പാർട്ടീസിനാണെങ്കിലും ഡയറക്റ്റ് ആയിരിക്കും നല്ലത്. അതെ 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 ചെയ്യാം. പക്ഷെ നമ്മൾ ഇപ്പൊ വീഡിയോയിൽ കാണേണ്ട ഒരു 100 ഇരട്ടി സാധനങ്ങളൂടെ ഉണ്ട്. നമുക്ക് എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. കാഞ്ചീപുരത്തേക്കൊക്കെ സാരി എടുക്കാൻ പോകുന്നവരുണ്ട്. പിന്നെ ഈ മറ്റേ നമ്മുടെ നാട്ടിൽ തന്നെ ബ്രാൻഡഡ് ഷോപ്സിൽ പോയിട്ടും കുറെ എക്സ്പെൻസീവ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടെ, അതിൻ്റെയൊക്കെ മെയിൻ സോഴ്സ് ഇവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. പിന്നെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യാം അല്ലേ? അപ്പൊ അതെ, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം. ഇവിടെ വരുമ്പോൾ കുറേ ഇതുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ഒരു സ്പോട്ടിലേക്ക് എത്തണം. അതാണ് നമുക്ക് അതെ അതെ. ശരിക്കും ഒരു ഹബ്ബ് പോലെ തന്നെ കടകളുടെ ഹബ്ബ് ഉണ്ട്. പക്ഷെ നമ്മള് കുത്തമ്പള്ളി കൊണ്ട് എത്തിയാൽ അത് കറക്റ്റ് സ്ഥലത്ത് എത്തണം. അല്ലാണ്ട് നോക്കാം. അതെ 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 അതെ. ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് താഴത്തേക്ക് പോവാം അല്ലേ? ഇനി ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ ഒതുക്കി ഈ സാധനങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയും വരും കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എന്താ 2, 3, 4 സാരി എടുക്കാൻ വന്ന ആളാണ്. ഇതിൽ മുഴുവൻ സാരി, ചവിട്ടി, തോർത്ത്, അങ്ങനെ വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഭയങ്കര സന്തോഷമായി. അരുൺ ടെക്സ്. അപ്പോൾ മറക്കണ്ട, വല്ല കല്യാണമോ അല്ലെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വളരെ റീസണബിൾ ആയിട്ട് നമുക്ക്
ഏത് റേഞ്ചിന് വേണമെങ്കിൽ ആൾക്കാർക്ക് കാശ് പിടികെട്ടാത്ത രീതിയിലുള്ള സാരികൾ വേണോ നേരെ ഇങ്ങോട്ട് പോരാ. അല്ല നിങ്ങൾക്ക് കൈത്തറി ഹാൻഡ്ലൂമായിട്ടുള്ള പ്യോർ സിൽക്കിൻ്റെ സംഭവങ്ങൾ വേണോ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുത്തമ്പള്ളിയിലെ അരുൺ ടെക്സ് എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് 1 hour ഡ്രൈവേ ഉള്ളൂ. തൃശ്ശൂരുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വരാം. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. അപ്പോൾ നമുക്ക് ഇറങ്ങാം മമ്മി, എന്നാൽ പോവാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.